എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയേ. അപ്പം ഞാൻ ചെമ്മീൻ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് അമ്മ ഒരു ചെറിയ ഇടിഞ്ചക്ക കിട്ടിയായിരുന്നു. അതെടുത്ത് തോരനൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ ചെമ്മീനെല്ലാം ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വന്നേ. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തരച്ച് വെക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി വെക്കാൻ ആവശ്യമായത് എന്തൊക്കെയാണെന്ന് നോക്കാവേ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ചെറിയ കഷ്ണം സവോള അരിഞ്ഞത്, കുറച്ച് തേങ്ങാക്കൊത്ത്, കറിവേപ്പില, പിന്നെ 2-3 കൊടംപുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ വറുത്തരച്ച് വെക്കുന്ന ചെമ്മീൻ കറിയാണ് ഇത്. അതിനായിട്ട് അരമുറി തേങ്ങയുടെ പകുതി ചിരണ്ടിയതാണ് ഇത്. ഇതിനി നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഈ തേങ്ങ കുറച്ചൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി തേങ്ങ ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഒരു 2.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണേ. ഇനി കറി വെക്കാനുള്ള ചട്ടി അടുപ്പേ വെച്ച് ചൂടായി വരുമ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് പൊട്ടി വന്നു കഴിയുമ്പോൾ കുറച്ച് വറ്റൽമുളകും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവേ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളി, ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവേ. എന്നിട്ടിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഈ സവോളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം അത്യാവശ്യം ഒന്ന് വാടി വന്നു കഴിയുമ്പം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന കൊടംപുളിയും ആ വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. അത്യാവശ്യത്തിനുള്ള ഉപ്പൂടിട്ട് ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരാറാകുമ്പം നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഗ്രേവി അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചെമ്മീനെല്ലാം ചേർത്ത് കൊടുത്തിട്ട് അത്യാവശ്യം തിള വന്നു കഴിയുമ്പം മൂടി വെച്ച് ചെറുതീയിൽ വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇടിഞ്ചക്കത്തോരൻ കണ്ടോ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അമ്മേ. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വറുത്തരച്ച ചെമ്മീൻ കറി
ഇടിഞ്ചക്ക തോരനും ഒക്കെ കൂട്ടി ഞങ്ങൾ ചോറുണ്ണട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.